എവ്രിവൺ, എല്ലാവർക്കും ക്രിസ്റ്റൽ എഡ്യൂ ഹബിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മാത്തിന്റെ ക്ലാസ് ആണ്. മാത്തില് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടൈം ആൻഡ് വർക്കിലെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ടൈം ആൻഡ് വർക്കിലെ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഫ്രാക്ഷൻ രൂപത്തിലൊക്കെ ക്വസ്റ്റ്യൻ വന്നാലും പലപ്പോഴും എങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ല. പിന്നെ അതുപോലെ ഒന്ന് രണ്ടിൽ കൂടുതൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരുമ്പോഴും പലർക്കും ചെയ്യാൻ അറിയില്ല. സോ അതെങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ 12 men are assigned a job to be finished in 30 days. 12 ആളുകൾ ഒരു ജോലി ഏറ്റെടുക്കുകയാണ്. 30 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും എന്ന് പറഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത് 1/6 ജോബ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹൗ മെനി എക്സ്ട്രാ മെൻ ആർ റിക്വയർഡ് ടു ഡിപ്ലോയ് ടു ഡു ദ റെസ്റ്റ് ഓഫ് ദ, അതായത് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോ ഒരു 1/6 ജോബ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അവരൊന്ന് ഒബ്സർവ് ചെയ്തു. പക്ഷെ ഈ എക്സ്ട്രാ ആളുകളെ ഉണ്ടായാൽ മാത്രമേ 30 ദിവസം കൊണ്ട് ജോബ് തീരുള്ളൂ എന്നുള്ളത് ഒന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ആ ജോബ് തീരണം എന്നുണ്ടെങ്കിൽ, റെസ്റ്റ് ഓഫ് ദ ജോബ് തീരണം എന്നുണ്ടെങ്കിൽ എത്ര ആളുകൾ എക്സ്ട്രാ വേണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? 10th 1/6 കൊണ്ട് അവര് ചെയ്തിട്ടുണ്ട്. 12 ആൾക്കാരാണ്, 12 മെന്നാണ് അത് ചെയ്തിട്ടുള്ളത്. സോ ഇതിനൊരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യാനുള്ളത് M1 into D1 divided by W1 equal to M2 into D2 divided by W2. ഒബ്വിയസ്ലി M1 എന്ന് പറയുന്നത് എന്താണ്? M1 M2 എന്ന് പറയുമ്പോൾ അതിലുള്ള ആളുകളുടെ വർക്കേഴ്സിന്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. D1 എന്ന് പറയുന്നത് ടൈം ആണ്. W1 എന്ന് പറയുന്നത് വർക്കാണ്, അവർ ചെയ്തിട്ടുള്ള വർക്കാണ് W1. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഷെഡ്യൂൾ ഇങ്ങനെയാണ്. ലാസ്റ്റ് 20 ഡേയ്സ് കൂടിയാണ് വർക്ക് ഉള്ളത്. അപ്പോ 5/6 ഡേയ്സ് ഇതാണ്. ഇത് എത്രയും നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് എങ്ങനെ ചെയ്യാം? 10 into 12 divided by 1/6 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് അറിയില്ലല്ലോ M2 എത്ര ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് എന്താണ്, 20 ഡേയ്സ് കൂടി പെൻഡിങ് ഉണ്ട്, 5/6 എന്നുള്ള രീതിയിൽ ഇതാക്കാം. ദെൻ അടുത്ത എന്താണ് നമുക്ക് വരുന്നത്? ഈ ഒരു 6നെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഈ 6നെ നമുക്ക് ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത്? 10 into 12 into 5 എന്ന് കിട്ടും. M2 into 20 എന്ന് കിട്ടും. സോ ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? കാൽക്കുലേഷൻ ഈസി ആക്കാൻ നമുക്ക് 120 into 5 എന്നുള്ളത് എന്താണ്? 006 എന്ന് കിട്ടും. M2 into എന്താണ്? 20. ഈ 20നെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡെഫിനിറ്റ്ലി നമ്മൾ ഹരിക്കണം. അപ്പൊ 600 divided by 20 എന്ന് കിട്ടും. അപ്പൊ M2 എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കിട്ടി എന്ന് പറയാൻ പറ്റില്ല. എന്താണ് M2 എന്ന് പറയുമ്പോൾ 13 എന്ന് കിട്ടി. M2 എന്ന് പറഞ്ഞാൽ 13 എന്ന് കിട്ടി. ഇനി നമുക്ക് M2 13 എന്ന് കിട്ടി. ഇതല്ല ആൻസർ വരുന്നത്. ഇത് നമുക്ക് ഓപ്ഷനിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈ കിട്ടിയ ആൻസറിൽ നിന്നും ഇപ്പൊ ഉള്ള ആൾക്കാരെ കുറക്കണം. കിട്ടിയ ആൻസറിൽ നിന്നും അപ്പൊ 30ൽ നിന്നും 12 എന്ന് നമുക്ക് കുറച്ചാൽ നമുക്ക് 18 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള ആൾക്കാർ. M2 നമുക്ക് 13 എന്ന് കിട്ടി. M2ല് നമ്മൾ എന്താണ് ഈ 12 പേര് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഓപ്ഷനിൽ നമ്മൾ 13 കൊണ്ടുപോയി കുത്തും. അപ്പൊ ഈ M2ൽ നിന്നും ഇപ്പൊ ഉള്ള ആൾക്കാരെ കുറച്ചിട്ട് കിട്ടുന്നതാണ് കറക്റ്റ് എക്സ്ട്രാ വന്നിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു പോയിന്റ് നിങ്ങൾ തെറ്റത്, ഇത്രയും ചെയ്തിട്ട് ആൻസർ കൊണ്ടുപോയി തെറ്റിക്കരുത്. ഓക്കെ. അപ്പോ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ടെസ്റ്റ് വരുന്നത് 27th ഡിസംബർ ഫ്രൈഡേ ആണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ എഴുതണം. അതിന്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഫസ്റ്റ് കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ എന്തായാലും നിങ്ങളെ ഫ്രണ്ട്സ് ആയിട്ടും ഇത് ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങൾ 1 day സ്റ്റാറ്റസ് ആക്കി ഇടുക. കാരണം ആരൊക്കെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് സ്റ്റാറ്റസ് ആക്കി ഇടുമ്പോൾ അതില് പ്രിപ്പയർ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഇത് കണ്ട എന്തായാലും അവർ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഉള്ള ചെറിയ കാര്യങ്ങളൊന്നും മിസ്